ജാനകി എന്ന പേര് നിയമവിരുദ്ധമാകുന്നത് എങ്ങനെയെന്നാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. ശ്യാം ദേവരാജ് വിവരങ്ങൾ നൽകും. ശ്യാം, നേരത്തെയും ഹൈക്കോടതിയിൽ നിന്നും ഈ പരാതിക്കാരുടെ ഹർജിക്കാർക്ക് അനുകൂലമായ നിലപാടുണ്ടായിരുന്നു. ഇപ്പോൾ ഹൈക്കോടതി എന്താണ് പറയുന്നത്? ഹൈക്കോടതി സെൻസർ ബോർഡിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർത്തുന്നത്. നിരവധിയായ ചോദ്യങ്ങളാണ് ഇന്നും ഹൈക്കോടതി ചോദിക്കുന്നത്. പ്രത്യേകിച്ചും സെൻസർ ബോർഡിനോട് ജാനകി എന്ന വാക്ക് നിയമവിരുദ്ധമാകുന്നത് എങ്ങനെ എന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. ജസ്റ്റിസ് എൻ നഗരേഷ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ ചോദ്യം വീണ്ടും ഉന്നയിക്കുന്നത്. എല്ലാ പേരുകളും ഏതെങ്കിലുമൊക്കെ ദൈവത്തിന്റെ പേരിലാകും എന്ന കാര്യവും കൂടി ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. സംവിധായകർക്ക് നിർദ്ദേശം നൽകുകയാണ് നിങ്ങൾ എന്നാണ് സെൻസർ ബോർഡിനെതിരെ ഉയർത്തിയ വിവാദവും ഉയർത്തിയ വിമർശനവും. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തത്. രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് ഇന്നും ഹൈക്കോടതി ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമാ വിവാദവുമായി ബന്ധപ്പെട്ട് സെൻസർ ബോർഡിനെതിരെ ഉയർത്തുന്നത്. പ്രത്യേകിച്ചും സെൻസർ ബോർഡ് എടുത്ത തീരുമാനം സിനിമാറ്റോഗ്രാഫ് നിയമത്തിന്റെ അനുബന്ധമായ വകുപ്പ് അനുസരിച്ച് ഒരു സിനിമയെ ഈ രീതിയിൽ മതപരമായോ സംസ്കാരത്തെ ബാധിക്കുന്നതാണോ എന്ന് കരുതി അതിന്റെ പേര് തിരുത്താൻ നിർദ്ദേശം നൽകാൻ കഴിയില്ല എന്ന കാര്യമാണ്, നിലപാടാണ് ഹൈക്കോടതി ഉയർത്തുകയും ചെയ്യുന്നത്. ആ രീതിയിലുള്ള വിമർശനമാണ് ഉയർത്തുകയും ചെയ്യുന്നത്. സെൻസർ ബോർഡിനെതിരെ ആ രീതിയിലുള്ള വിമർശനമാണ് ഉയർത്തുന്നത്. ജാനകി എന്ന വാക്ക് നിയമവിരുദ്ധമാകുന്നത് എങ്ങനെയെന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. എല്ലാ പേരുകളും ഏതെങ്കിലുമൊക്കെ ദൈവത്തിന്റെ പേരിലാകും എന്ന കാര്യം കൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നു. സംവിധായകർക്ക് നിർദ്ദേശം നൽകുകയാണ് നിങ്ങൾ എന്നാണ് ഹൈക്കോടതി സെൻസർ ബോർഡിനോട് ചോദിക്കുന്നത്. ഒപ്പം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന കാര്യവും കൂടി ഹൈക്കോടതി സെൻസർ ബോർഡിനോട് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിലിപ്പോഴും വാദം തുടരുകയാണ്. സെൻസർ ബോർഡ് അവരുടെ വാദങ്ങൾ അവതരിപ്പിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് തുടർച്ചയായ രണ്ടാം ദിവസവും സെൻസർ ബോർഡിനോട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. ഈ രീതിയിലുള്ള നിരവധിയായ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. ഈ സംവിധായകർക്ക് നിർദ്ദേശം നൽകുകയാണ് നിങ്ങൾ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന വ്യക്തമായ നിലപാട് ഹൈക്കോടതിയിൽ നിന്ന് വരികയാണ്. സെൻസർ ബോർഡിനോട് ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഹൈക്കോടതി. ശ്യാം, തുടരണം. ശ്യാം, ഇപ്പോൾ ജാനകി നിയമവിരുദ്ധമാകുന്നത് എങ്ങനെയെന്ന ചോദ്യത്തിന് എന്തെങ്കിലും വ്യക്തമായ മറുപടി നൽകാൻ സെൻസർ ബോർഡിന് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. എല്ലാ പേരുകളും ഏതെങ്കിലുമൊക്കെ ദൈവത്തിന്റെ പേരിലായിരിക്കും, അപ്പോൾ എങ്ങനെ പേര് നിഷേധിക്കാൻ കഴിയും എന്നുള്ള ഏറ്റവും പ്രസക്തമായ ചോദ്യം ആണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് ഉയർന്നിരിക്കുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യം, അതിൽ ഇടപെടാൻ ഒരു തരത്തിലും നിങ്ങൾക്ക് അവകാശമില്ല, നിങ്ങൾക്കതിന് കഴിയില്ല എന്ന് കോടതി പറയുമ്പോൾ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന തലക്കെട്ട് സിനിമയുടെ പേര്, അതോടൊപ്പം തന്നെ ആ സിനിമയ്ക്കകത്ത് ആ പേര് ഉപയോഗിക്കുന്ന നിരവധി സന്ദർഭങ്ങൾ അതൊക്കെ ഒഴിവാക്കണമെന്നുള്ള സെൻസർ ബോർഡിന്റെ തീരുമാനം, അതിനെതിരെയാണ് അണിയറ പ്രവർത്തകർ കോടതിയിലേക്ക് പോയത്. ലക്ഷങ്ങളുടെ നഷ്ടം എന്നുള്ളത് അണിയറ പ്രവർത്തകർ പറയുന്നു. റിലീസിംഗ് തീയതി നിശ്ചയിച്ചിട്ടും ആ ദിവസം സിനിമ പുറത്തിറക്കാൻ പറ്റാത്ത സാഹചര്യം. ചലച്ചിത്ര മേഖലയെ ഒന്നാകെ തന്നെ അതിൽ പ്രതിഷേധിച്ച ദിവസം കൂടിയാണ് ഇന്ന്. ഒരുമിച്ച് സിനിമയിലെ എല്ലാ സംഘടനകളും തലസ്ഥാനത്ത് സെൻസർ ബോർഡ് ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഇടപെടാനാകില്ല എന്ന് കോടതി പറയുന്നിടത്ത് എന്താണ് സെൻസർ ബോർഡ് നൽകിയ മറുപടി എന്നതും പ്രസക്തമാണ്. ശ്യാം, ഇതിപ്പോൾ കോടതിയിൽ നടപടികൾ തുടരുകയാണ്. കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അതിൽ എന്താണ് സെൻസർ ബോർഡിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന മറുപടി? സെൻസർ ബോർഡ് നൽകിയ മറുപടിക്ക് അപ്പുറത്തേക്ക് ഹൈക്കോടതി ഇതിൽ സെൻസർ ബോർഡിനോട് പറഞ്ഞത് എന്തുകൊണ്ട് ജാനകി എന്ന പേര് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ സെൻസർ ബോർഡ് വിശദീകരണം നൽകണമെന്നാണ്. സെൻസർ ബോർഡ് മറ്റന്നാൾ വിശദീകരണം നൽകണം. മറ്റന്നാളത്തേക്ക് ഈ ഹർജി നിർമ്മാതാക്കൾ കോസ്മോസ് എന്റർടൈൻമെന്റ്സ് നൽകിയ ഹർജി പരിഗണിക്കാൻ വേണ്ടി മാറ്റുകയും ചെയ്തു. ഹൈക്കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾ ജാനകി എന്ന വാക്ക് നിയമവിരുദ്ധമാകുന്നത് എങ്ങനെ എന്നാണ് ജസ്റ്റിസ് എൻ നഗരേഷ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ ചോദ്യം. എല്ലാ പേരുകളും ഏതെങ്കിലുമൊക്കെ ദൈവത്തിന്റെ പേരിലാകും എന്ന കാര്യം കൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സെൻസർ ബോർഡിന്റെ നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടായി എന്നാണ് വീഴ്ചയുണ്ടോ എന്നാണ് ഹർജിക്കാരോട് ഹൈക്കോടതി ഈ ഹർജി പരിഗണിക്കുമ്പോൾ ചോദിച്ചത്. മനസ്സർപ്പിക്കാതെയാണ് സെൻസർ ബോർഡിന്റെ തീരുമാനമെന്നാണ് ഹർജിക്കാർ മറുപടി നൽകിയത്. സെൻസർ ബോർഡ് തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകാൻ ട്രൈബ്യൂണൽ നിലവിലില്ല എന്ന കാര്യവും കൂടി ഹർജിക്കാർ വിശദീകരിക്കുകയും ചെയ്തു. തുടർന്നാണ് ഇന്നും ജാനകി സിനിമയുമായി ബന്ധപ്പെട്ട് സെൻസർ ബോർഡിനെതിരെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നിന്ന് രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ഉയരുന്നത്. ജാനകി എന്ന വാക്ക് നിയമവിരുദ്ധമാകുന്നത് എങ്ങനെയെന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. ഒപ്പം എല്ലാ പേരുകളും
ഏതെങ്കിലുമൊക്കെ ദൈവത്തിന്റെ പേരിലാകും ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും പേര് അങ്ങനെ ദൈവങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്ന കാര്യവും കൂടി ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. ഇത് സംസ്കാരത്തെയും മതത്തെയും ബാധിക്കുന്നതാണ് എന്നാണ് സെൻസർ ബോർഡ് നൽകിയ വിശദീകരണം. പക്ഷേ ആ വിശദീകരണം ഹൈക്കോടതി അംഗീകരിക്കുന്നില്ല. ഹൈക്കോടതി സെൻസർ ബോർഡിന്റെ വിശദീകരണം തള്ളുകയാണ് ചെയ്യുന്നത്. സംവിധായകർക്ക് നിർദ്ദേശം നൽകുകയാണ് നിങ്ങൾ എന്നാണ് സെൻസർ ബോർഡിനോട് കടുത്ത ഭാഷയിൽ ഹൈക്കോടതി പറയുന്നതൊപ്പം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ സംവിധായകരുടെയും സിനിമാ നിർമ്മാതാക്കളുടെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ നിങ്ങൾക്ക് കഴിയില്ല, സെൻസർ ബോർഡിന് കഴിയില്ല എന്ന കാര്യവും കൂടി ഹൈക്കോടതി വിമർശനമായി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ജാനകി എന്ന പേര് ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ് ഹൈക്കോടതി ഏറ്റവും ഒടുവിൽ ചോദിച്ച ചോദ്യം. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ സെൻസർ ബോർഡ് വിശദീകരണം നൽകണമെന്നാണ് ഹൈക്കോടതി പറയുന്നത്. ഈ കേസ് ഇങ്ങനെ അനിശ്ചിതമായി നീട്ടിവെക്കാനാവില്ല, അടിയന്തരമായി തന്നെ ഇതിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മറ്റന്നാൾ പരിഗണിക്കും എന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. അതായത് സെൻസർ ബോർഡ് മറ്റന്നാൾ വീണ്ടും ഹൈക്കോടതിയിൽ മറുപടി നൽകണം. ആ മറുപടി എന്നത് എന്തുകൊണ്ട് ജാനകി എന്ന പേര് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയ്ക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന ചോദ്യത്തിലാണ് മറുപടി നൽകേണ്ടത്. അത് സെൻസർ ബോർഡ് അക്കാര്യത്തിൽ വിശദീകരണം നൽകണം. ബുധനാഴ്ച മറ്റന്നാൾ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്യും. സെൻസർ ബോർഡിനെതിരെ ഈ രീതിയിലുള്ള കടുത്ത ചോദ്യങ്ങളാണ് ഇന്നും ഹൈക്കോടതിയിൽ നിന്ന് ഉയരുന്നത്. ജാനകി എന്ന വാക്ക് നിയമവിരുദ്ധമാകുന്നത് എങ്ങനെയെന്നാണ് ഹൈക്കോടതി ഇന്ന് വളരെ കൃത്യമായി സെൻസർ ബോർഡിനോട് ചോദിക്കുന്നത്.